മെക്സിക്കോയിലും കാനഡയിലും ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതി 25% തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശനിയാഴ്ച മുതൽ തീരുവ നിലവിൽ വരുമെന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? മെക്സിക്കോയിലും കാനഡയിലും ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശനിയാഴ്ച മുതൽ തീരുവ നിലവിൽ വരുമെന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ട്രംപിന്റെ വരവോടുകൂടി വലിയ തിരിച്ചടികളാണ് രാജ്യങ്ങൾ നേരിടുന്നത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കും. ഏറ്റവും ആദ്യം തിരിച്ചടി നേരിട്ട് തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചടി നേരിടാൻ ഒരുങ്ങുന്നത് അയൽവാസികളായ കാനഡയും മെക്സിക്കോയുമാണ്. അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് നേരെയും വലിയൊരു ആക്രമണം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരോക്ഷ ആക്രമണത്തിന് മുതിർന്നിരിക്കുകയാണ് ട്രംപ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ചൈനയ്ക്കടക്കം ഈ ഇറക്കുമതി തീരുവയിൽ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ 25% കടന്നിരിക്കുന്നു എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. കാനഡയും മെക്സിക്കോയും 25% ഇറക്കുമതി തീരുവ ഇനി മുതൽ അടയ്ക്കേണ്ടി വരും. അതിനെ സംബന്ധിച്ച് കൂടുതൽ നടപടികൾ, ഉത്തരവുകളൊക്കെ ഇനിയും വരും മണിക്കൂറുകളിലൊക്കെ ലഭിക്കും. ചൈനയെ സംബന്ധിച്ച് അത് ചിലപ്പോൾ 60% വരെ പോയേക്കാം എന്നുകൂടി പറയുന്നുണ്ട്. ഇതിന് നിരവധി കാരണങ്ങൾ കൂടി ട്രംപ് അടക്കം, അതേപോലെ തന്നെ വൈറ്റ് ഹൗസ് അടക്കം പറയുന്നുണ്ട്. കാരണം കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്ന് മാരക മയക്കുമരുന്നായ ഫെന്റനൈലിന്റെ ഇറക്കുമതി കൂടിയിട്ടുണ്ട്. ഇത് കാരണം വലിയൊരു വിഭാഗം തന്നെ നശിച്ചു പോവുകയാണ്, ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു പോവുകയാണ്. ഇതൊക്കെയാണ് പ്രധാനമായും പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇത് ഒരു കാരണം മാത്രം. ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് ഓയിലുകളും അതേപോലെ തന്നെ തടി ഉൽപ്പന്നങ്ങളും ഒക്കെ വരുന്നത് മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് തടി ഉൽപ്പന്നങ്ങൾ ധാരാളം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെക്സിക്കോയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ധാരാളം ഉണ്ടാകുന്നുണ്ട്. കാനഡയിൽ നിന്നും അത്തരത്തിൽ തന്നെയാണ് എണ്ണ ഇറക്കുമതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ, കാനഡയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഈ വരും ദിവസങ്ങളിൽ അത് 10% എത്തും എന്നുള്ള തരത്തിലൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അതിനൊക്കെ ഒരു മാറ്റം വരികയാണ്. അല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്ക് വലിയൊരു തിരിച്ചടി നേരിടാൻ പോവുകയാണ് ഈ ട്രംപിന്റെ രണ്ടാം വരവോടുകൂടി. മാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാനഡയിൽ നിന്നുള്ള തടി ഉൽപ്പന്നങ്ങളും മെക്സിക്കോയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ഒക്കെ നിങ്ങൾ കൃത്യമായി തീരുവ അടച്ചില്ലെങ്കിൽ തങ്ങൾക്കത് വേണ്ട, തങ്ങൾക്ക് ആവശ്യമായ എണ്ണയും തടി ഉൽപ്പന്നങ്ങളും അമേരിക്കയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ട്രംപിന്റെ വാദം എന്ന് പറയുന്നത്. അത് എത്രത്തോളം സാധ്യമാകും, അല്ലെങ്കിൽ ആ ഒരു അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് എത്രത്തോളം സ്വന്തമായി ഒരു എണ്ണ ഉൽപ്പാദനവും തടി ഉൽപ്പന്ന ഉൽപ്പാദനവും ഒക്കെ എത്രത്തോളം സാധ്യമാകും എന്നതറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അല്ലെങ്കിൽ അമേരിക്ക ഇതിനെല്ലാം ഒറ്റയ്ക്ക് സാധ്യമാണോ എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും. ട്രംപിനെ സംബന്ധിച്ച് അമേരിക്ക എന്ന് പറയുന്നത് അത്രയും മഹത്തരമായ ഒരു രാജ്യം, അത്രയും സമ്പദ്ഘടനയിലും അല്ലെങ്കിൽ മുതലാളിത്ത രാജ്യം എന്നുള്ള നമ്മൾ പറയുന്ന രീതിയല്ല ട്രംപിനുള്ളത്. ട്രംപിനെ സംബന്ധിച്ച് അത് ബൃഹത്തായ ഒരു രാജ്യമാണ്. അമേരിക്കയ്ക്ക് എല്ലാം ലഭിക്കണം, അമേരിക്ക പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നുള്ളൊരു ധാർഷ്ട്യം ഇപ്പോഴും ഡൊണാൾഡ് ട്രംപിനുണ്ട്. അല്ലെങ്കിൽ ഈ രണ്ടാം വരവോടുകൂടി, ആ രണ്ടാം വരവിലെ ആ ഒരു വിജയത്തോടുകൂടി അത്രയും ഒരു ധാർഷ്ട്യം ട്രംപിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പല രാജ്യങ്ങളോടും താൻ സൗഹൃദം പുലർത്തുന്നു, തങ്ങൾ നല്ല സൗഹൃദത്തിലാണ്, ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളോട് സൗഹൃദം പുലർത്തുന്നു എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ബ്രിക്സ് രാജ്യങ്ങളോടുള്ള ഒരു മുന്നറിയിപ്പ് ട്രംപ് പുറത്തുവിട്ടത്. ഡോളറിനെ മാറ്റി സ്ഥാപിക്കാൻ ഒരു നീക്കമുണ്ടായാൽ അമേരിക്കൻ വിപണി മറന്നേക്കൂ എന്നുള്ള തരത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അത് ധാർഷ്ട്യം തന്നെ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ഒരു ധാർഷ്ട്യം എത്ര നാൾ തുടരാനാകും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആഗോള വിപണിയുടെ ഒരു ഭാഗമാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ. മറ്റ് രാജ്യങ്ങളും ഇതേപോലെ കയറി വരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആഗോള വിപണിയിലേക്ക് ഉയർന്നു വരികയാണ്. ഇന്നത്തെ ഈ ഒരു ബജറ്റിനെ സംബന്ധിച്ച് ഇന്ത്യ വലിയ രീതിയിൽ മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ബജറ്റ് അവതരണത്തോടു കൂടി തന്നെ വലിയൊരു മാറ്റം സെൻസെക്സ് പോയിന്റിലും അല്ലെങ്കിൽ ആഗോള വിപണി സൂചികയിലും ഒക്കെ മാറ്റം വരുന്ന ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നിരവധി നീക്കങ്ങൾ വരാൻ പോകുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യക്കും ഇത്തരത്തിലുള്ള ഒരു തീരുവ ഇറക്കുമതിയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കുമെതിരെ ഇറക്കുമതി തീരുവയിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ട്രംപ്. ശരി, പ്രസാദ് കാളിദാസനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.